ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന്റെ തുടക്കം തന്നെ അസ്വാഭാവികതകൾ നിറഞ്ഞതായിരുന്നു. മണ്ണിൽ മുഹമ്മദാണ് ഗന്ധർവൻ നിർമ്മിക്കാനായി ആദ്യം മുമ്പോട്ട് വന്നത്. 1989 ഡിസംബർ 31 അർദ്ധരാത്രി കഴിഞ്ഞാണ് സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നത്. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടി അത് നിർവഹിച്ചു. അതിനോടനുബന്ധിച്ച് നടന്ന സമൃദ്ധമായ പാർട്ടി ഇന്നും പ്രസിദ്ധമാണ്. പിന്നീട് ചിത്രത്തിന്റെ ബജറ്റ് വർക്ക് ഔട്ട് ചെയ്തപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ മണ്ണിൽ മുഹമ്മദ് പിന്മാറി. പകരം ഗുഡ് നൈറ്റ് മോഹൻ രംഗത്തെത്തി. ആരംഭത്തിലെ ഉണ്ടായ ഈ താളപ്പിഴയ്ക്ക് ശേഷം പ്രമേയത്തിന്റെ കാര്യത്തിലും ചില പ്രശ്നങ്ങൾ പൊന്തി വന്നു. നവോദയയ്ക്ക് വേണ്ടി യക്ഷിയെ കേന്ദ്രീകരിച്ച് ഒരു കഥ എടുക്കുവാൻ രാജീവ് കുമാർ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളതായി കേട്ടിരുന്നു. അതിന് ഗന്ധർവനുമായി സാമ്യമുണ്ടെന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നു. അതിനെക്കുറിച്ച് അന്ന് പത്മരാജൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഗന്ധർവനുമായി വലിയ സാമ്യതയൊന്നും രാജീവിന്റെ തിരക്കഥയ്ക്കില്ല. ഞാൻ രാജീവിനോട് സിനിമ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതാണ്. രാജീവ് പിന്മാറാനാണ് താല്പര്യപ്പെട്ടത്. അതിനുശേഷം ഗന്ധർവനിൽ അഭിനയിക്കുവാനായി നിതീഷ് ഭരദ്വാജിനെ പത്മരാജൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മഹാഭാരതം TV സീരിയലിൽ കൃഷ്ണനായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിതീഷ്. പ്രേക്ഷകർക്ക് പരിചിതമായ ആ മുഖത്തിന്റെ ദൈവീക പരിവേഷം തന്റെ ചിത്രത്തിന് ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് പത്മരാജൻ കണക്കുകൂട്ടി. നായികയായി ഒരു മലയാളി പുതുമുഖത്തെ കണ്ടെത്താൻ പത്മരാജൻ പരമാവധി ശ്രമിച്ചെങ്കിലും പൂർണ്ണ മനസ്സോടെയല്ല സുബർണയെ നിശ്ചയിക്കുവാൻ തീരുമാനിക്കുന്നത്. സമകാലീന മലയാള ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ബിഗ് ബജറ്റ് ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗന്ധർവൻ തിടുക്കത്തിൽ പൂർത്തിയാക്കാൻ പത്മരാജന് കഴിഞ്ഞത് ഗുഡ് നൈറ്റ് മോഹനെ പോലെയുള്ള ഒരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയത് കൊണ്ടാണ്. വളരെയേറെ സാമ്പത്തിക ചിലവ് വരുന്ന സാങ്കേതിക സങ്കേതങ്ങൾ ഈ ചിത്രത്തിനു വേണ്ടി വന്നു. പത്മരാജന് പതിവില്ലാത്ത ഒരു വൈകാരിക ബന്ധം കൂടി ഗന്ധർവന്റെ കാര്യത്തിലുണ്ടായിരുന്നതായി അടുത്ത സുഹൃത്തുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഗന്ധർവന്റെ പ്രിന്റ് ശരിയായ അവസരത്തിൽ മദ്രാസിൽ വെച്ച് ജോർജ് പത്മരാജനോട് ഈ ചിത്രത്തിന്റെ സാമ്പത്തിക വിജയ പ്രതീക്ഷയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്: നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾക്കും ആറ്റിറ്റ്യൂഡ്സിനും തൃപ്തരാകാൻ കഴിയുന്നവരല്ലല്ലോ ഇപ്പോഴത്തെ പ്രേക്ഷകർ.